ഒരു ദിവസം രാവിലെ തിരുവനന്തപുരം നഗരത്തിൽ നോക്കിയപ്പോൾ ഒരു 10-50 ബോർഡുകൾ കണ്ടു. ആ ബോർഡില് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ പടമാണ്. ഇവിടെ MLA ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ, യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ, ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഒരു പടം. ആ പടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേരെ, ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേരെ എന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹം പറയണം, പേടിക്കാനുണ്ടായ കാര്യം എന്താണ് എന്ന് അദ്ദേഹം പറയണം. ഇവിടെയാണ് പ്രശ്നം. പേടിക്കാനുണ്ടായ സാഹചര്യം പുനർജനിയാണോ എന്ന് ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറയണം, സംസാരിക്കുമ്പോൾ പറയണം. ഇവിടെ 2018 മഹാപ്രളയം വന്നു. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്നൊരു പദ്ധതിയായിട്ടാണ് ഈ പുനർജനിയെ അറിയപ്പെടുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത്, ഞാൻ വിദേശത്ത് പോയി ഒരു പണവും പിരിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം നിയമസഭയിൽ പറയുകയുണ്ടായി. എന്നാൽ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു. വളരെ അഭിമാനപൂർവ്വം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ലണ്ടനിലെ ബർമിംഗ്ഹാളിൽ ഞാനൊരു യോഗം വിളിച്ചു ചേർത്തു. അതിനെ സഹായിച്ചത് തിരുവനന്തപുരത്തുകാരിയായിട്ടുള്ള ഒരു വനിതയായിരുന്നു. ഞാൻ അവിടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. ആ വനിതയുടെ ഭർത്താവ് പ്രശസ്തനായ ഒരു ഓങ്കോളജിസ്റ്റാണ്. ഒരു ലഞ്ച് മീറ്റിംഗ് അവിടെ നടത്തി. അതാണ് അവിടുത്തെ പതിവ്. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചു. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് തപ്പി നോക്കിയിരുന്നു. ആ സ്ത്രീ, ഈ പരിപാടികൾ ബർമിംഗ്ഹാമിൽ നടത്തിയ സ്ത്രീ തിരുവനന്തപുരത്ത് തിരിച്ചു വന്നു. അവർ കളക്ട് ചെയ്ത പണം ചെക്കായി എനിക്ക് നൽകി. ഈ ചെക്ക് പരവൂരിലെ ജനങ്ങൾക്ക് എത്ര പ്രയോജനപ്പെട്ടു, എത്ര രൂപയാണ് ആ ചെക്കിൽ ഉണ്ടായിരുന്നത്, അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. വീട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ സ്വന്തമായി സ്ഥലം വാങ്ങി പുനർജനി ട്രസ്റ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തവർ എത്ര പേരാണ്? അവർക്ക് അങ്ങ് എത്ര രൂപയാണ് അവർക്ക് നൽകിയത്? ഭൂമി രജിസ്റ്റർ ചെയ്തവർക്ക് വീട് കിട്ടിയില്ലെന്നും അവർ വാങ്ങിയ ഭൂമി നഷ്ടപ്പെട്ടു പോയി എന്നും പരാതിയുണ്ടോ? ഇതും അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. പരാതിയുമായി ചെന്നവരോട് പ്രതിപക്ഷ നേതാവ് കൈയൊഴിഞ്ഞു, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നങ്ങനെ പറഞ്ഞു. അങ്ങ് പ്രതിപക്ഷ നേതാവിന്റെ വിദേശ യാത്രകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ വിദേശ പണം സ്വീകരിക്കാനുള്ള അനുമതി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരുന്നോ? ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയേണ്ടതാണ്. ഇതുകൊണ്ടാണോ പറഞ്ഞേരെ ഞാൻ പേടിച്ചു പോയി എന്ന് എഴുതി വെച്ചത്? അവസാനിപ്പിക്കാം. ഇവിടെ ഒരു ക്ലാസിക് മറുപടിയുണ്ട്. മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പത്രപ്രവർത്തകർ ഈ ബോർഡ് കണ്ടതിന് ശേഷം പത്രപ്രവർത്തകർ ചോദിച്ചു. അപ്പൊ CM പറഞ്ഞ മറുപടി ഇത്രയാണ്: അതെന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്? ശരിക്കും നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇപ്പോഴേ പേടിച്ചാലോ? അപ്പോ കൃത്യമായ മറുപടി ഇതിനകത്തുണ്ട്. ഇപ്പോഴേ പേടിച്ചു പോയാൽ എന്തു ചെയ്യും? ഇതാണ് സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോ ഭരണപക്ഷത്തു നിന്ന് ഉയർത്തുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കാൻ, മറുപടി പറയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇപ്പോ പത്രങ്ങളിലും പണം കൊടുത്ത് മീഡിയകളെയും കൊണ്ട് ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു സർവേ റിപ്പോർട്ട് പ്രഖ്യാപിക്കുകയാണ്. ആ സർവേ റിപ്പോർട്ടിൽ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ വരുത്തി തീർത്തപ്പോ ബഹുമാന്യനായിട്ടുള്ള പഴയ പ്രതിപക്ഷ നേതാവിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, അങ്ങയുടെ പേര് അതിനകത്തില്ലല്ലോ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് താഴെ വരുന്നത് ശശി തരൂരാണല്ലോ. അപ്പൊ അദ്ദേഹം ഇരു കൈകളും കൂപ്പിയിട്ട് പറഞ്ഞു, ഇത് ഓരോരുത്തരും അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ, എന്റെ പേര് വരാത്തത് വളരെ നന്നായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്.
ഒരു കാര്യത്തിനും മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട സഭ ബഹിഷ്കരിച്ച് ഇവർ പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഭരണപക്ഷത്തിനെതിരായി ഒരു കാര്യം പറയാൻ, ഇപ്പോ മാത്യു ടി തോമസ് ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കുകയാണ്.